എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നതിനെ കുറിച്ച് വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ എരിഹോ എന്ന് പറയുന്ന പ്രദേശത്തെക്കുറിച്ചുള്ള സൂചനയുണ്ട്. നമ്മുടെ ഹൃദയത്തോട് നാം ചേർത്ത് വെക്കുന്നതായ നല്ല ശമരിയക്കാരൻ്റെ ഉപമയും എരിഹോ എന്ന് പറയുന്ന പ്രദേശവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അല്പസ്വല്പം ഒരു ചെറിയ ഓർമ്മയുള്ളതായ ഒരു നല്ല അടുപ്പമുള്ളതായ ഒരു സ്ഥലമാണ് ഈ എരിഹോ എന്ന് പറയുന്നതായ ഈ പ്രദേശം. ആ പ്രദേശത്തിരുന്നു കൊണ്ടാണ് ബർത്തീമായി എന്ന് പറയുന്നതായ ഈ കുരുടൻ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്നത്, പിന്നീട് പ്രാർത്ഥിക്കുന്നത്. നമ്മളൊക്കെ ഈ ദൈവാലയത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ നാം എവിടെയാണ് ആയിരിക്കുന്നത് എന്നുള്ളതായ ഒരു ബോധ്യത്തോടു കൂടി വേണം ഈ യാത്ര മുന്നോട്ട് പോകേണ്ടത്. അവിടെയാണ് ഈ എരിഹോ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ചില പരിമിതികളെക്കുറിച്ച് പിതാക്കന്മാർ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നത്. എരിഹോ എന്ന് പറയുന്ന